ഇപ്പോൾ സുജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. ആ, ആ, പറയൂ സുജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ. തൊട്ടടുത്ത് തന്നെ, അതായത് നേരത്തെ ഒരു ഭയാനകമായ ദൃശ്യം പുറത്തു വന്നതാണ്. ഈ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ ചെളിയിൽ പൂണ്ടുപോകുന്നതും പിന്നീട് തല ഉയർത്തി വരുന്നതുമായ ഒരു നടക്കുന്ന ദൃശ്യം പുറത്തു വന്നതാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി NDRF സംഘം എത്തിയിട്ടുണ്ട്. അവർ അവിടേക്ക് കയർ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അവിടേക്ക് അയാളുടെ അരികിലേക്ക് തന്നെ എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ മേഖലയിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ പുറത്തേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ഇപ്പോൾ NDRF സംഘം റോപ്പ് പുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുണ്ട്. അവർ ആളുകളെ ഇവിടെ നിന്നും കിടത്താൻ വേണ്ടി റോപ്പ് കെട്ടി അത്തരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഓക്കെ, യഥാർത്ഥത്തിലെ എത്ര പേരടങ്ങുന്ന NDRF സംഘമാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ 2 ടീമുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ ടീമുകൾ എത്തുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈനിക സംഘവും ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ ചെളിയുണ്ട്. ആ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥയാണ്. മാത്രമല്ല ഗതി മാറി ഒഴുകിയ ഈ മലവെള്ളപ്പാച്ചിലുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. അത് തരണം ചെയ്ത് വേണം ഈ രക്ഷാപ്രവർത്തകർക്ക് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്ന കാര്യം. NDRF സംഘം വടം കെട്ടി ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് കിടക്കാനുള്ള ഈ ആളുകളെ കിടക്കാൻ വേണ്ടി വടം കെട്ടി അങ്ങനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ താങ്കൾ സുർജിത്ത് നിൽക്കുന്നതിന് എത്ര ദൂരെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഞാൻ നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ മുണ്ടക്കയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ ചെളിയിൽ പുതഞ്ഞുപോയി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണല്ലോ NDRF ഇപ്പോൾ നടത്തുന്നത്. വല്ലാണ്ട് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്ത്, അവർ NDRF സംഘം ഏറ്റവും അടുത്തായി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവിടെ അവർ പുതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മുൻകരുതൽ എന്ന നിലയിൽ അവർ അവിടെ കുത്തി പരിശോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വളരെ അടുത്തായി, ഈ മനുഷ്യൻ്റെ വളരെ അടുത്തായി, യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ട് കുറച്ചധികം സമയമായി അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തായി NDRF സംഘം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസകരമായ ദൃശ്യമാണ് നൽകുന്നത്. പ്രേക്ഷകർ കാണുന്നത് കുറച്ചധികം സമയമായി ഒരു മനുഷ്യൻ ചെളിയിൽ പുതഞ്ഞ് തൻ്റെ ജീവന് വേണ്ടി ആവശ്യപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് NDRF സംഘം രക്ഷാദൗത്യത്തിൻ്റെ നല്ല സന്ദേശവുമായി എത്തുന്നതാണ്. ഏറ്റവും അടുത്ത് അവർ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ ചെളിയിൽ പൊതിഞ്ഞു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലുകൾ എടുത്താണ് ഇപ്പോൾ NDRF സംഘം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത് ഇപ്പോൾ തുടരുകയാണ്. പറയൂ സുർജിത്ത്. NDRF സംഘം ഏതാണ്ട് ഇയാൾക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുഴയുടെ മറുകരയിൽ ധാരാളം പേർ കുടുങ്ങി നിൽക്കുന്ന അനുഭവമുണ്ട്. NDRF ടീം അവിടെ എത്തി അവരെ സുരക്ഷിതരാക്കാനുള്ള ഈ മലവെള്ളപ്പാച്ചിൽപ്പെട്ടയാളെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ചെളിയുണ്ട്. ആ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥയുമുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ജംഷീർ ആണ് ഈ ദൃശ്യം പങ്കുവച്ചത്. ജംഷീർ ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. അവിടെ ഒറ്റപ്പെട്ട നിലയിലാണ് ജംഷീർ ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. ഇവർ മാത്രമല്ല, ഗ്രീൻ വാലി എന്ന് പറയുന്ന റിസോർട്ടുണ്ട്. ആ റിസോർട്ടിനകത്ത് 50ഓളം പേർ കുടുങ്ങി കിടക്കുന്നുണ്ട്. മാത്രമല്ല നിരവധി പേർ ഈ മേഖലയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആളുകളെ മുഴുവൻ ഇവിടേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഈ പൊളിഞ്ഞ പാലത്തിന്റെ തൊട്ടടുത്തായി ഒരു മരമുണ്ട്. ആ മരത്തിൽ വടം കെട്ടുന്നുണ്ട് ഈ NDRF സംഘം. അതോടൊപ്പം തന്നെ ഈ ഇവിടെ JCB ഉണ്ട്. അതിന്റെ മുകളിലും ഈ വടം കെട്ടിയിട്ടാണ് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഒറ്റപ്പെട്ട മേഖലയാണ്. പലരും അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആശങ്കയിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. NDRF സംഘം വളരെ സജീവമായ രീതിയിൽ തന്നെ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആളുകളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം വടം കെട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഒരു അടി പോലും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. തൊട്ടടുത്തായിട്ടും അവർക്ക് അങ്ങോട്ട് ചലിക്കാൻ കഴിയുന്നില്ല. ഇതൊരു തത്സമയ ദൃശ്യമല്ലേ സുർജിത്ത്? അവിടെ പൂർണ്ണമായ രീതിയിൽ തന്നെ താഴ്ചയുണ്ട്. അതാണ് വലിയ രീതിയിൽ ചളിയിൽ കൊണ്ടുപോകുന്ന അനുഭവമാണ് ഈ പ്രദേശത്തുള്ളത്. അത്രമാത്രം ചെളിയുണ്ട് ആ മേഖലയിൽ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ് NDRF സംഘത്തിനും പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ എത്തി എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നേരത്തെ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച് ജംഷീർ തന്നെ ഈ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. എന്തായാലും
ജംഷീർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ആളാണ്, അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകളെ ഇവിടേക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള മാർഗം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വനം കെട്ടി NDRF സംഘം ആളുകളെ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടി ഇപ്പോൾ തുടരുകയാണ്. തൊട്ട് മറുഭാഗത്തായി, നേരത്തെ പാസ്സുണ്ടായിരുന്ന ഭാഗത്തിന്റെ മറുഭാഗത്തായി ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഇവിടേക്ക് എങ്ങനെയാണ് കടത്തുന്നത് എന്നുള്ള മാർഗമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ആ നടപടി ഇവിടെ പുരോഗമിക്കുകയാണ്. ഓക്കെ, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചെളിയിൽ കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞുപോയ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. NDRF സംഘം അദ്ദേഹത്തിന് ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. എന്നാൽ വളരെ ആഴത്തിൽ പുതഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് NDRF സംഘം അദ്ദേഹത്തിൻ്റെ അരികിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. വളരെ വൈകാതെ അദ്ദേഹത്തെ പൂർണ്ണമായും മോചിപ്പിക്കാൻ NDRF സംഘത്തിന് കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം കുറച്ചധികം നേരമായി മരണത്തിനും ജീവനും ഇടയിൽ അദ്ദേഹം വളരെ ആശങ്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചില ആളുകൾ പറയുന്ന പോലെ നാവിലൊരു പിഴ എനിക്കുണ്ടായി, അതായത് അറപ്പുളവാകുന്ന ദൃശ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യരെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല അത്തരം ചില ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരെ കാണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ഈ തത്സമയ സംപ്രേഷണത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൻ്റെ സങ്കോചവും ഉത്കണ്ഠയും ഒക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഇത്തരം ദൃശ്യങ്ങൾ നോക്കി വാർത്തകൾ പറയുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു നാവുവീഴ വന്നാൽ ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് പ്രേക്ഷകർ ക്ഷമിച്ചേക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമുക്ക് വളരെ ലാഘവത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല വയനാട്ടിൽ നിലനിൽക്കുന്നത്.